ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ ഫ്രീഡത്തിനായിട്ടാണ് യേശുക്രിസ്തു വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഫ്രീ ആക്കിയിരിക്കുകയാണ്. ഇനി വേറൊരു ബോണ്ടേജിലേക്കും ചെന്ന് ചാടരുത് എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത്. ദൈവത്തിൻ്റെ ഗ്രേസിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. പലതരത്തിലുള്ള ടീച്ചിങ് നടത്താനും പലതരത്തിലുള്ള ബോണ്ടേജിൽ ബന്ധനത്തിൽ നമ്മളാക്കി തീർക്കാനും ആയിട്ട് പലരും ഉണ്ട് ഈ ലോകത്തിൽ. പിശാചിൻ്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബൈബിൾ അറിയുന്നവരായിക്കൊണ്ട് സകല വിധത്തിലുള്ള കാര്യത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാത്രം നമ്മളുടെ ജീവിതത്തിൻ്റെ പാതയുടെ വെളിച്ചമായിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ഒരു വിധത്തിലുള്ള ബോണ്ടേജുകൾ ഉണ്ടാകത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനെ ആശ്രയിച്ചുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നമുക്ക് അപ്പം നമ്മളുടെ ജഡത്തിൻ്റെ സ്വഭാവവും പലതരത്തിലുള്ള വർക്കുകളും നമ്മളെ ബോണ്ടേജിലാക്കും. അതിലേക്കൊന്നും പോകാതിരിക്കും അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാൽ സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു, ഹോളി നെയിം, വർഷിപ്പ് യു. അങ്ങയുടെ വചനത്താൽ നന്ദി പറയുന്ന കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൽ വേരൂന്നിക്കൊണ്ടുള്ള ജീവിതം ജീവിക്കും ഞങ്ങളെ ഹെൽപ്പ് എന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് ഞങ്ങൾ സംസാരിക്കണമേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. ഗലാത്യരുടെ 4:1 തൊട്ട് 11 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇപ്പം ഗലാത്യർ എന്ന് പറയുമ്പോൾ ഒരു ചർച്ചല്ല, പല ചർച്ചകളായിരുന്നു പോള് അവർക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗലാത്യൻ ചർച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചർച്ചായിരുന്നു. പക്ഷേ ആരൊക്കെയോ ചർച്ചിൻ്റെ അകത്ത് വന്നിട്ട് അവരെ പിന്നെ ജൂഡായിസത്തിലേക്ക് ലോയിലേക്ക് ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലൊക്കെ പഠിപ്പിച്ചിട്ട് അവർ അതിനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരുടെ എല്ലാം ഗലേഷ്യൻ ചർച്ചുകളുടെ എല്ലാം സ്പിരിച്വൽ ഫാദർ പോളാണല്ലോ. അപ്പോൾ പോള് ഒരു ഫാദർ എന്ന നിലയിൽ ഇവർക്ക് ഒരു സ്പിരിച്വൽ ഫാദർ എന്ന നിലയിൽ എഴുതുവാണ്. നിങ്ങളെപ്പറ്റി എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ, ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പോൾ എഴുതുവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവകാശി സർവ്വത്തിന് യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഇവിടെ പോൾ ഒരു കാര്യം പറയുവാണ്. ഈ 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന 3ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ലോ ന്യായപ്രമാണം തന്നിരുന്നത് റൈച്ചസ്നെസ്സിന് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ കണ്ണിൽ എന്താ പറയുക നീതിമാനായി തീരാൻ സാധിക്കത്തില്ല. ലോ ചെയ്യുന്നത് കൊണ്ട് ന്യായപ്രമാണം ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ ന്യായപ്രമാണം ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ടെന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് ന്യായപ്രമാണത്തെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ചാപ്റ്ററിലേക്ക് 23 തൊട്ട് 25 വരെയൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം ഒരു ട്യൂട്ടറായിരുന്നു, ഒരു ടീച്ചറെ പോലെയായിരുന്നു യേശുവിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിന് വേണ്ടി. നമ്മളുടെ ഉള്ളിൽ പാപമുണ്ടെന്ന്, നമ്മൾ പാപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ട്യൂട്ടറിനെ പോലെ ടീച്ചറിനെ പോലെ തന്നിരുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസം വെളിവാകുന്നതിന് വരെ യേശുവിന്റെ വഴി യേശു ലോകത്തിലേക്ക് വരുന്നോടും വരെ തന്നിരുന്നതാണ്. അപ്പൊ യേശു ആണ് ന്യായപ്രമാണത്തിന്റെ അവസാനം. എന്ന് വെച്ചാൽ ന്യായപ്രമാണം സകലത് യേശുവിൽ ഫുൾഫിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറയുവാണ് നമ്മളെ പുത്രന്മാരാക്കി തീർത്തിരിക്കണം. ഇനി നമുക്ക് ന്യായപ്രമാണമല്ല പുത്രത്വമാണ് നമുക്കുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കാര്യം മാത്രമല്ല, അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു, കൽപ്പനകൾ എഴുതി കൊടുത്തിരിക്കുന്നു. പക്ഷെ നമ്മളെ ജാതികളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു റോമകത്തിലേക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മൾക്കൊക്കെ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിക്കവാറും ആൾക്കാർ കട്ടമാനം എന്താ പറയാ കൊലപാതകം ചെയ്ത് പിടിച്ചു അങ്ങനെ വ്യഭിചരിച്ച് നടന്ന വ്യക്തികളൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ഹൃദയത്തിലും ഒരു വലിയ ഉണ്ടാകുമല്ലോ, ഞാനിത് ചെയ്യരുത്, ഞാൻ ചെയ്യുന്നത് പാവമാണെന്നുള്ള ഒരു തോന്നൽ അവർക്കും ഉണ്ടാകും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനിത് ചെയ്യുന്നത് മോശമാണല്ലോ എന്നൊരു ഒരു തോന്നലുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവം ആ ലോ അല്ല ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ എസൻസ് ദൈവം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പോ നമുക്ക് പാപമാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും പക്ഷേ പാപബോധം ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിലേക്ക് വന്നിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് മോശപ്പെട്ട രീതിയിൽ ചെയ്യരുത്, കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ഒരു 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 തോന്നൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ലോവിനെ പറ്റി ഉള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ മനസാക്ഷി അതിന് മനസാക്ഷി അതിനെ സാക്ഷീകരിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞ അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്തെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാം ശിശുക്കൾ ആയിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തായിരുന്ന സമയത്ത് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്ന സമയത്ത് നമ്മൾ ശിശുക്കളെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ശിശുക്കളെ പോലെയാണെന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ന്യായപ്രമാണം ദൈവം തന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ ലോ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ ജഡം എപ്പോഴും താല്പര്യം കാണിച്ചു കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിന് അങ്ങനെ ദൈവത്തിന് എതിരായിട്ട് നിൽക്കരുത്. ന്യായപ്രമാണം ദൈവികമാണ്, അത് സ്പിരിച്വൽ ആണ്. പക്ഷെ നമ്മുടെ ജഡം മഹാമോശപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മുടെ ജഡം ദൈവത്തിന് എതിരായിട്ട് നമ്മുടെ എന്താ പറയാ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഒന്നും നമ്മുടെ ജഡത്തിന് അത് സ്വീകാര്യമല്ല, അത് ചെയ്യത്തുമില്ല. അല്ല അതനുസരിച്ച് ദൈവത്തിന് അനുസരിച്ച് ജഡം നടക്കത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ന്യായപ്രമാണം ദൈവം തന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെതിരായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ ജഡം താല്പര്യം കാണിച്ചു. ഒരുപാട് പാപത്തിലേക്ക് ആൾക്കാരായി പോവുകയും ചെയ്തു. അപ്പൊ എഫേഷ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 8ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്, നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് പിശാചിന്റെ അല്ലെ എന്താ പറയാ പ്രിൻസ് ഓഫ് എയറിന്റെ താളത്തിനൊത്ത് നടന്നു പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പിശാചിന്റെ താളത്തിനൊത്ത് അവൻ പറയുന്നത് കേട്ട് നമ്മൾ നടന്നിരുന്നവരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് അല്ലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ മരിച്ചു പോയിരുന്നവരായിരുന്നു നമ്മൾ. അപ്പൊ ഇവിടെ പറയുക ഇങ്ങനെ എന്താ പറയാ ന്യായപ്രമാണത്തെ ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ദൈവം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് അല്ലെ, അവൻ ചെറുതായിരിക്കുമ്പോ അവന്റെ മാതാപിതാക്കള് അല്ലെ മരിച്ചു പോന്നിരിക്കട്ടെ, അവൻ എത്രമാത്രം എന്താ പറയണേ മരിച്ചുപോയ കാര്യം ഇവിടെ പറയുന്നില്ല, പക്ഷെ ഞാനിങ്ങനെ പറയോ അവന് എത്രമാത്രം സ്വത്തുക്കളുടെ അവകാശിയാണെങ്കിൽ പോലും അവന്റെ സമയം എത്തുന്നോടം വരെ അല്ലെ അവൻ ആരുടെയെങ്കിലൊക്കെ പരിചരണത്തിലായിരിക്കുമല്ലോ. അപ്പൊ അതുവരെ ആ സമയം എത്തുന്നോടം വരെ വളർന്നു വലുതാവുന്നോടം വരെ അവൻ ആരെങ്കിലും പരിചരണത്തിലായിരിക്കും എന്നതുപോലെ ആ സമയം എത്തിക്കഴിയുമ്പോൾ അവൻ അഡൾട്ട് ആയി കഴിയുമ്പോഴേക്കും അവന്റെ അവകാശം അവന് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ എന്താ പറയുക ന്യായപ്രമാണം ഒരു ട്യൂട്ടറെ പോലെയായിരുന്നു. നമുക്ക് പാപമുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് ഇരിക്കുവായിരുന്നു ചെയ്ത ന്യായപ്രമാണം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ദൈവത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് വരുത്തുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ എന്താ പറയുക വിശ്വാസത്തിലേക്ക് യേശുവിനെ നമ്മൾക്ക് വേണ്ട വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ന്യായപ്രമാണം നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവകാശ സർവ്വത്തിന് യജമാനി എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവരല്ല. പിതാവ് നിശ്ചയിച്ച അവധിക്കാലം അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ന്യായപ്രമാണം ഒരു ട്യൂട്ടർ പോലെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെ, മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കണം, വിശ്വസിക്കണം യേശു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സമയമായപ്പോൾ അല്ലെ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ നമ്മളെ പുത്രന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ആ കറക്റ്റ് സമയത്ത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയും നമ്മളെ പുത്രന്മാരാക്കി തീർക്കുകയും ചെയ്തു. വിശ്വസിക്കുന്ന വ്യക്തികൾ പുത്രന്മാരാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി 6ാമത്തെ വാക്ക്, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കും
പറഞ്ഞിരിക്കുന്നത് സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ ഒരു അയച്ചപ്പോ കറക്റ്റ് ടൈമിൽ പിതാവ് തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്ന പുത്രൻ വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച ആള് ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ന്യായപ്രമാണത്തിലെ സാധിക്കാത്ത ഇരുന്ന് ന്യായപ്രമാണത്തിന് സാധിക്കാതിരുന്ന് റൈറ്റസ്നെസ് മനുഷ്യർക്ക് കൊടുത്തുകൊണ്ട് അല്ലെ, കൊടുക്കുന്നതിന് വേണ്ടി വന്ന് വിശ്വസിക്കുന്നവർക്ക് റൈറ്റസ്നെസ് നീതി ദാനമായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ഇവിടെ 6ാമത്തെ വാക്ക് പറഞ്ഞ മക്കൾ എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നു. മക്കളാകൊണ്ട് അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഹൃദയങ്ങൾ അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മകനായതുകൊണ്ട് നമ്മളെ മകനാക്കി തീർത്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. മക്കളും മകനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ മക്കള് കുഞ്ഞുങ്ങൾ അല്ലെ എന്ന് പറയുമ്പോൾ അതുകൾക്ക് ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ, തീരെ കുഞ്ഞുങ്ങൾ. പക്ഷെ മകൻ എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് പവറിനെയാണ് അല്ലെ, അപ്പൊ ശക്തിയാണ് കാണിക്കുക. എന്റെ മകൻ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളെ മകനാക്കി തീർത്തിരിക്കുന്നു. അത് തന്നെയല്ല ചെയ്തിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്ക് ദാനമായിട്ട് തന്നിരിക്കും ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് പിതാവിന്റെ മക്കളാണ്, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. അത് തന്നെയല്ല ദൈവത്തിന്റെ 7ാമത്തെ വാക്ക് പറയാം, അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അപ്പൊ ദൈവഹിതത്തിലുള്ള അവകാശിയാക്കി തീർത്തിരിക്കുന്നു, നമ്മൾ പുത്രനാക്കി തീർത്തിരിക്കും. ദാസനല്ല ഇനി അല്ലെ, ന്യായപ്രമാണത്തിന് കീഴിലെ ദാസന്മാരല്ല നമ്മളിനി. നമ്മള് ഈ ലോകത്തിന്റെ അടിമയായി പോയിരിക്കുന്ന ദാസന്മാരുമല്ല. നമ്മള് എങ്ങനെയാ വെച്ചാൽ പുത്രന്മാരാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാരാകുമ്പോ യേശുവിന്റെ ഒപ്പം തന്നെ ദൈവത്തിന്റെ അവകാശികളുമാക്കി തീർത്തിരിക്കും. അപ്പൊ നമ്മുടെ സ്ഥാനം എന്ന് പറഞ്ഞാല് വളരെ വലുതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരല്ല, നമ്മുടെ സ്ഥാനം വളരെയധികം വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ അടുത്ത ബോണ്ടേജ് ചെന്ന് നമ്മൾ ചാടരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത കെട്ടുപാടുകൾ ചെന്ന് ചാടരുത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 8ാമത്തെ വാക്കുണ്ട്, എന്നാൽ അന്നും നിങ്ങൾ ദൈവത്തെ അറിയാത്ത സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങൾ അറിഞ്ഞും ഇരിക്കുക നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതും വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഒരു കാലത്ത് ദൈവത്തെ അറിയുന്നില്ലായിരുന്നു. അപ്പൊ ദൈവം പോലും അല്ലാതിരിക്കുന്ന സാധനങ്ങളുടെ കൂടെയായിരുന്നു നിങ്ങൾ, അതിന്റെ അടിമകളായിരുന്നു നിങ്ങൾ. പക്ഷെ ഇന്ന് ദൈവത്തെ നിങ്ങൾ അറിഞ്ഞപ്പോൾ, അതിനേക്കാൾ ഉപരിയായിട്ട് പറയട്ടെ, ദൈവം നിങ്ങളെ അറിഞ്ഞ സമയത്ത് നിങ്ങൾ ദൈവത്തിന്റെ ഒപ്പം നടക്കുന്ന, ദൈവത്തിന്റെ ഗ്രേസിൽ ആശ്രയിച്ച് നടക്കുന്നതിന് പകരം നിങ്ങൾ തിരിച്ച് നിങ്ങളെ പണ്ട് ബോണ്ടേജിലാക്കി വെച്ചിരുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചും. എന്ന് വെച്ചാൽ നിങ്ങൾ പലതും ഇന്നും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഗ്രേസിൽ നിന്ന് വീണു പോകുന്ന എന്ത് കാര്യവും അതൊരു ബോണ്ടേജ് ആണ് അല്ലെ. ദൈവത്തെ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന, നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്തു കൂട്ടുന്ന എന്ത് കാര്യങ്ങളും ബോണ്ടേജ് ആണ് അല്ലെ. അപ്പൊ ബോണ്ടേജിലേക്ക് പോകുന്നു ഇവര് എന്നാണ് ഇവിടെ പോൾ ഇങ്ങനെ പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നമ്മൾ ബോണ്ടേജിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മളുടെ സ്വന്തം നീതിയിൽ നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, സ്വനീതിയിൽ സെൽഫ് റൈച്ചിയസ്നെസ് നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ പിന്നെയും പോകുന്നത് ബോണ്ടേജിലായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ബോണ്ടേജിനായിട്ട് വിളിച്ചിരിക്കുന്ന വ്യക്തികളല്ല. 5ാമത്തെ ചാപ്റ്ററിലേക്ക് 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് പറയാം. അടിമ നുഖത്തിൽ കുടുങ്ങി പോകുന്ന വ്യക്തികളാകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മൾ ദൈവം സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മൾ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോ 2 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 5ാമത്തെ ചാപ്റ്റർ ഗ്രഹത്തിന്റെ 5ന്റെ 2 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ഇത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനിയും തിരിച്ച് സർക്കംസെഷനിലേക്ക് പോവുകയാണ്, പരിശോധനത്തിലേക്ക് പോവുകയാണെങ്കിൽ, ബോണ്ടേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ, ലോ മൊത്തം, ന്യായപ്രമാണം മൊത്തം നിങ്ങൾ പാലിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കോ ചെയ്യുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നിങ്ങൾ വീണു പോയിരിക്കുന്ന വ്യക്തികളായിരിക്കോ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ പിന്നെയും ന്യായപ്രമാണത്തിലേക്ക് പോകണം. നിങ്ങൾക്കും യേശു ക്രിസ്തുവും തമ്മിൽ ഒരു കാര്യവുമില്ല അല്ലെ. യേശുവിനെ ഇങ്ങനെ 4ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണു അല്ലെ. അപ്പൊ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് റൈറ്റിയസ്നെസ്സിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ
നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ നമ്മൾക്ക് സ്വന്തമായിട്ട് നീതി നേടിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വീണുപോയി, യേശുക്രിസ്തുവിൽ നിന്ന് വീണുപോയി, യേശുക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വീണുപോയി എന്നാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടേജിലായി തീരെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ യേശുവിനെ പറ്റി യേശുവിലുള്ള ന്യായപ്രമാണത്തെ ലോയെ പറ്റി ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനമല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. അപ്പൊ യേശു ഒരു രാജാവാണ്, യേശുവിന് ഒരു കിങ്ഡം ഉണ്ട്, ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്, യേശുവിൽ വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്ന വ്യക്തികൾ സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക. അതാണ് സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് കാര്യം. അപ്പൊ യേശുവിലായിരിക്കുമോ നമ്മൾ വിശ്വാസത്തിലായി നിൽക്കുന്ന വ്യക്തികളായിരിക്കുക, നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക. എന്റെ റൈച്ചസ് വിശ്വാസത്തിൽ ജീവിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതാണ് യേശു എന്ന രാജാവിന്റെ തന്റെ രാജ്യത്തിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇവിടെ ഗലാത്യരോട് പറയുക, തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോകാൻ, സർക്കംസിഷന്റെ ഒക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി അടുത്ത കാര്യം, അടുത്തൊരു ബോണ്ടേജിനെ പറ്റി ദൈവം ഇവിടെ പറഞ്ഞു വെച്ചാൽ അതേ ചാപ്റ്ററിൽ തന്നെ 13 തൊട്ട് 15 വരെ വായിക്കുവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാർ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കും. പിന്നെയും ദൈവം പറയും, ഒന്നാമത്തെ വാക്കിൽ പറഞ്ഞു, 5-ാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ വാക്കിൽ പറഞ്ഞു നിങ്ങൾ എന്താ പറയാ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പിന്നെ 13-ാമത്തെ വാക്കിലും പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യുക, സ്നേഹത്തെ അന്യോന്യം സേവിപ്പിക്കുക. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ബോണ്ടേജിലായി പോകുന്ന പോലെ തന്നെ അടുത്ത ബോണ്ടേജിലായി പോകാൻ ബോണ്ടേജിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബന്ധത്തിലാക്കുന്ന അടുത്തൊരു കാര്യമാണ് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം. അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിനെ ഗ്രാറ്റിഫൈ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, ജഡത്തിന്റെ ബോണ്ടേജിലായി പോകാതിരിക്കുക. ന്യായപ്രമാണത്തിലും ജഡത്തിലും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്ന് ഗലാത്യർക്ക് എന്താ പറയാ എഴുതിയ ലേഖനത്തിൽ അത് വിശ്വാസികൾ അവരായിരുന്നല്ലോ, ജെന്റൈൽസ് ആയിരുന്നു. ജെന്റൈൽസ് യേശുവിലേക്ക് വന്നല്ലോ. അപ്പൊ പലരും ഇങ്ങോട്ട് വന്നിരിക്കുവാണ്, ഇവിടെ വന്നിരിക്കുവാണ്, ചർച്ചിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ച് ചെയ്യാണ് ഇവര് തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോകണം അല്ലെ, അവര് സർക്കംസിഷൻ എടുക്കണം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ എങ്ങനെയാ പറയണം, നീ സർക്കംസിഷൻ എടുക്കാൻ ശ്രമിക്കുവാണ്, നിങ്ങൾ പലരും നിങ്ങളെ പ്രീച്ച് ചെയ്യുന്നു അല്ലെ, നിങ്ങളെ പറഞ്ഞിങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾ സർക്കംസിഷൻ എടുക്കാമെന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോ അതെടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ എന്താ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ലോ നിങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ തിരിച്ചു പോകുക, സർക്കംസിഷൻ നിങ്ങൾക്ക് ബാധകമല്ല എന്ന ദൈവം പറഞ്ഞു. സർക്കംസിഷൻ നിങ്ങൾക്ക് ബാധകമല്ല അല്ലെ, നിങ്ങൾ യേശുവിലാണ്, നിങ്ങൾ സ്വാതന്ത്ര്യമാണ്. അപ്പൊ പറഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജഡമനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കില്ല, പക്ഷെ സ്നേഹം, യേശുവിൽ വിശ്വാസത്തിൽ സ്നേഹത്തിൽ നിന്നുള്ള വിശ്വാസം അല്ലെ, എങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, അതാണ് യേശുവിലുള്ളത് അല്ലെ, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതല്ലാതെ വേറെ എന്താ പറയാ ന്യായപ്രമാണത്തിൽ തിരിച്ചു പോകുന്ന വ്യക്തികളായിരിക്കും, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായത് പെർസിക്യൂഷന് എഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയല്ല, അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാകരുത് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവം ഇവിടെ പറഞ്ഞിരിക്കും ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത്. പക്ഷെ പിന്നെ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന വ്യക്തികളും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന വ്യക്തികളായിരിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും അല്ലെ, ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകും എങ്ങനെ നമുക്ക് സാധിക്കും. അതിനെപ്പറ്റി ദൈവം ഇവിടെ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവ് 16-ാമത്തെ വാക്ക് വരിക, 5-ാമത്തെ ചാപ്റ്റർ ഗലാത്യരുടെ 5:16 പറയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കും, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയാം. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ച് നടക്കും എന്ന് പറയാം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരല്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിച്ച് മാത്രമേ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മള് ന്യായപ്രമാണം ചെയ്യേണ്ടി വരത്തില്ല. ഒരു കാര്യം നമ്മൾ വർക്കിലേക്ക് തിരിച്ചു പോകേണ്ടി വരത്തില്ല അല്ലെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ നീതികൾ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ പലരും ഉണ്ട് നമ്മളെ തിരിച്ച് ഇപ്പൊ ഗലേഷ്യൻ ചർച്ചിലൊക്കെ നടന്ന പോലെ പലരും പല രീതിയിലുള്ള പ്രീച്ചിങ് നടത്തിയത് നമ്മളെ ദൈവത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ വർക്കിലേക്ക്, സ്വന്തം നീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ
ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ? പല ചർച്ചുകളിലും പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ കൊടുക്ക്, കുറേ കൊടുക്ക്, ദൈവത്തിന്റെ വർക്കിനായിട്ട് കുറേ കൊടുക്ക്. കുറേ കൊടുത്തു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അമ്മക്ക് കുലുക്കി തരും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. യേശുക്രിസ്തു നമ്മുടെ പിതാവാണ്. അപ്പൊ നമ്മൾ എന്നും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടല്ല, അപ്പൊ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു വിചാരത്തിൽ നമ്മൾ മുമ്പോട്ട് ജീവിക്കും. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബോണ്ടേജിലായി നിൽക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കത്തില്ലല്ലോ ദൈവം അല്ലെ. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് കുലുക്ക് കൊടുക്കാനില്ല, അപ്പൊ അമ്മയ്ക്ക് കുലുക്ക് തരാൻ ദൈവം തരത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിചാരത്തിലേക്ക്, ഒരു ബോണ്ടേജിലേക്ക് നമ്മൾ ആയിപ്പെടുകയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആകാതിരിക്കുക അല്ലെ. ദൈവം അതാ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. ദൈവം നമുക്ക് തരുന്നത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് അല്ലെ. എനിക്ക് കൊടുക്കാനില്ല എന്നുള്ള പേരിൽ ദൈവം എനിക്ക് തരാതിരിക്കത്തില്ല, അത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. തൈത്ത് കൊടുക്കണം, തൈത്ത് കൊടുത്തെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ. തൈത്ത് കൊടുക്കണം, നമ്മൾ തൈത്ത് കൊടുക്കാതിരിക്കരുത്. പക്ഷെ തൈത്ത് കൊടുക്കുന്നതല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കാനുള്ള അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ഹൃദയമാണ്. പിന്നെ വേറെ ചില ആൾക്കാർ പറയും നിന്റെ ജീവിതത്തിൽ എന്താ പറയുക ജനറേഷണൽ കേഴ്സുകളുണ്ട്, നിനക്ക് ഈ കേഴ്സുകൾ നടക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ പൈശാചികമായിട്ട് ബന്ധനം നിന്റെ ജീവിതത്തിൽ നടക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പൈശാചിക ബന്ധനമില്ല. യേശുക്രിസ്തുവിലല്ല, ഒരു കാല് യേശുക്രിസ്തുവിൽ, ഒരു കാല് ഈ ലോകത്തിലുമാണെങ്കിൽ പൈശാചിക ബന്ധനം തീർച്ചയായിട്ടും കാണും. അല്ല, യേശുക്രിസ്തു ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു പൈശാചിക ബന്ധനവും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പല രീതിയിൽ പ്രീച്ച് ചെയ്തുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന പല പാസ്റ്റർമാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കുക. അപ്പൊ തിരിച്ച് നമ്മുടെ സ്വന്തം രീതിയിലേക്ക് പോകാതിരിക്കുക, നമ്മളുടെ ജഡത്തിന്റെ അഭിലാഷം അനുസരിച്ച് ജീവിക്കാതിരിക്കുക. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ അതിനെല്ലാം ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് പ്രാർത്ഥിച്ചു ഘട്ട സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ്. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. നിങ്ങൾക്ക് വചനം തന്നതിന് നന്ദി പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനായിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് അങ്ങയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ തന്നെ കർത്താവ്. ഒരു ബോണ്ടേജിലായി പോകാതിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിന് നാമത്തിൽ മാത്രം.